എന്നെ ഉറങ്ങി എണീച്ചില്ലേ? അമ്മ ഞാൻ എണീറ്റോളാം, എന്നെ അടിക്കല്ലേ അടിക്കല്ലേ. അല്ല അമ്മ പുതച്ചു തന്നതാ മക്കളെ. കിടക്ക്. കിടന്ന് മക്കള് കിടന്നു. ക്ഷീണം ഉണ്ടാവൂലേ? ഉറങ്ങിക്കോ. അല്ലാതെ അങ്ങനെ അല്ലല്ലോ. ആ മക്കള് കിടന്നേ. എന്റെ മക്കൾക്ക് നല്ല ക്ഷീണം ഉണ്ടാവും. മക്കള് കിടക്ക് കിടക്ക്. അമ്മ പൊതിച്ചു തരാം. കിടക്ക്. അത് ഞാൻ കിടന്ന് എന്നെ വീണ്ടും അടിക്കോ? ഇല്ല. അയ്യേ ഈ കിടക്ക് കാല് ശരിക്കും വെച്ചിട്ട് ഉറങ്ങിക്കോ. അടിക്കില്ലല്ലോ. ഇല്ല ഉറങ്ങിക്കോ. നല്ലോണം ഉറങ്ങിക്കോ. ഉറക്കൊക്കെ നല്ലോണം തീർന്നിട്ട് എണീറ്റാ മതി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇപ്പൊ ഗുഡ് നൈറ്റ് അല്ലല്ലോ, ഗുഡ് മോർണിംഗ് അല്ലേ? എന്നാ ഗുഡ് മോർണിംഗ്. നേരം വിട്ട് വെച്ചിട്ട് പോത്തോലെ കിടന്നുറങ്ങാം. കൊടുക്കാൻ പറയണം. അമ്മ എന്റെ അടുത്ത് ഇറങ്ങി പോവാൻ പറ. അമ്മ അവക്ക് ക്ഷീണം ഉള്ളതുകൊണ്ടല്ലേ ഡി ഉറങ്ങിക്കോട്ടെ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ആര്? അമ്മ. മക്കൾ ഉറങ്ങിക്കോ. മക്കള് കിടന്നു. അവൾ ഉറങ്ങിക്കോട്ടെ. നമുക്ക് അപ്പുറത്തേക്ക് പോവാം. എന്താ ഇങ്ങനെ ഒരു മാറ്റം? ഞാൻ എൻ്റെ മക്കളെയൊക്കെ സ്നേഹിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് എന്റെ അടുത്ത് അങ്ങനെയൊന്നുമല്ലല്ലോ. എന്റെ അടുത്ത് കഴിയുമ്പോ ഓരോ പണി പറയണ്ടില്ല. അപ്പൊ ഇനിയും പണി വേണോ? എനിക്ക് പണിയൊന്നും വേണ്ട. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നല്ല ഈ പണിയൊക്കെ ഞാൻ ചെയ്യണത്. എന്നാ പിന്നെ മക്കള് ചെയ്യേണ്ട, ഇഷ്ടമില്ലെങ്കിൽ അമ്മ ചെയ്തോളാം. എന്റെ പൊന്നമ്മ, ഇത് വെറുതെ ഉടായിപ്പ് കുറെ എക്സ്ക്യൂസുകളാ. അമ്മ കുറച്ച് പണി കൂടി കൊടുക്ക്. വേണ്ട, അമ്മ ചെയ്തോളാം. ആ അമ്മ ചെയ്തോ. മോൾ ഉറങ്ങിക്കോ. ഞാൻ അമ്മേനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. പോയിട്ട് അച്ഛമ്മ പറമ്പ് കാണാൻ പോയിട്ടുണ്ട്. അതെയാ? പാവ എൻ്റെ അമ്മക്ക് പിന്നെ അതൊക്കെയല്ലേ ഒരു സന്തോഷം. ഞാനൊന്ന് കണ്ടിട്ട് വരാം. നീ എന്നാ ഇങ്ങോട്ട് പോരി. അവൾ ഉറങ്ങിക്കോട്ടെ സമാധാനത്തിൽ. വാ. നീ നക്കിനെ പിടിച്ചു വലിച്ച് താഴെ ആരും ഇല്ലടി. അവൾ ഉറങ്ങി എണീറ്റിട്ട് വരട്ടെ. വാ. നിങ്ങളൊന്ന് ഇറങ്ങി പോ. മക്കൾ ഉറങ്ങിക്കോ. ഉറങ്ങിക്കോ. നടക്ക്. ശരിക്കും കിടന്നോട്ടാ. എന്താ പറ്റി? കഞ്ഞി ഞാനിന്ന് പിടിപിടിക്കും. ഈ കഞ്ഞൊക്കെ തണുത്തിരിക്കണ്ടല്ലോ. അല്ല നീ ഏത് കഞ്ഞി എടുത്തേ? ആ കാലത്തിലുള്ള കഞ്ഞി. അത് ഇന്നലത്തെ ചോറ് ബാക്കി വന്നില്ല, ഞാൻ വെള്ളം ഒഴിച്ചു വെച്ചതാടി. അപ്പൊ പഴം കഞ്ഞിയാണല്ലേ? വെറുതെ അല്ല, നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ടോ? ഞാൻ കഴുകാം. അല്ല ഞാൻ കഴുകാം. ഞാൻ കഴുകി വെക്കാടി സരിതേ. അതിന്റെ ആവശ്യമൊന്നുമില്ല. നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാൻ കഴുകി വെക്കാ പറഞ്ഞേ. അല്ലേ ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടില്ല. നീ കൈ ഇങ്ങനെ നക്കിയല്ലോ. കൈ കുറിച്ച് തന്നെ കഴിച്ചു കഴിഞ്ഞാലാവോ? കഴിച്ചു കഴിഞ്ഞിട്ടില്ല. അങ്ങനെയല്ല, സാധാരണ എല്ലാരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ കൈയൊക്കെ നക്കുക. അങ്ങനെയല്ല. ഓ, എനിക്കെല്ലാം മനസ്സിലായി. എന്റെ തീറ്റ നിർത്തിക്കാനല്ലേ ചേച്ചി പിടിച്ചു വലിച്ചത്? സത്യമായിട്ടും അല്ല. നിനക്ക് ഇനിയും കഞ്ഞിവടങ്ങ് ഞാൻ എടുത്തുതരും. ഞാൻ എടുത്തുതരാം. വേണ്ട, അത്ര സ്നേഹമൊന്നും വേണ്ട. എൻ്റെ അടുത്ത് സ്നേഹിക്കാൻ വന്നിക്കണ്. എന്നെ സ്നേഹിക്കാൻ നിൽക്കണ്ട ആരും. അല്ലെങ്കിൽ നിന്നെ സ്നേഹിക്കാൻ വന്ന എന്നെ വേണം തല്ലാൻ വേണ്ടിയിട്ട്. നിങ്ങളെ ഞാൻ കഞ്ഞിയായി പോയി തല്ലിയാനെ. എന്നെ സ്നേഹിക്കാനായിട്ട് എൻ്റെ അമ്മയുണ്ട്, മോളുണ്ട്. നിങ്ങൾ സ്നേഹിക്ക് വേണ്ട. ഞാനല്ലെങ്കിൽ നിന്നെ സ്നേഹിക്കാൻ തീരുമാനിച്ചിട്ടില്ല. എന്റെ വീട്ടിലുള്ള ആൾക്കാരെ സ്നേഹിക്കാനാണ് തീരുമാനിച്ചത്. ഞാൻ ഈ വീട്ടിലാളന്നെയാ. നിങ്ങൾ ഈ വീട്ടിൽ വരുന്ന മുമ്പ് ഞാൻ ഈ വീട്ടിലുണ്ടായിരുന്നതാ. അത് അന്നേരമായിരിക്കും. ഇപ്പൊ ഈ വീട്ടിലെ റേഷൻ കാർഡിൽ നിന്റെ പേരുണ്ടോ? ഇല്ല. റേഷൻ കാർഡില് പേര് അമ്മയെ വിളിച്ചോണ്ടിരും ഞാൻ. അമ്മ പറയട്ടെ. അപ്പൊ ആരെ പേര് റേഷൻ കാർഡിൽ നിന്ന് വെട്ടുന്ന അറിയാലോ. എന്നാ പിന്നെ പോയിട്ട് നിന്റെ അമ്മേനെ വിളിച്ചിട്ട് വാ. അമ്മേനെ വിളിച്ചിട്ട് വരാനാ? അമ്മേനെ വിളിച്ചിട്ട് വരും. വിളിച്ചിട്ട് പോയിട്ട് വിളിച്ചിട്ട് കൊടുക്കാം. കഞ്ഞു കൂട്ടിയിട്ട് വിളിക്കും. ഇതല്ലേ ടേസ്റ്റില്ലാന്ന് പറഞ്ഞു പിന്നെ വാരി വാരി വലിച്ച് കേട്ടുന്നുണ്ടല്ലോ. എന്താണ് കുറ്റം പറഞ്ഞോണ്ടല്ലേ ആ വായോട് ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുന്നത്? മര്യാദക്ക് ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കൂല.